രാഷ്ട്രീയത്തിൽ ഒരടിക്ക് ഒരു തിരിച്ചടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പഞ്ചാബിൽ ഇപ്പോൾ നടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ്. ആം ആദ്മി പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്ന മുൻ ക്രിക്കറ്റ് താരവും എം പിയുമായിട്ടുള്ള ഹർഭജൻ സിംഗിന് പഞ്ചാബ് സർക്കാർ കൊടുത്ത 8ന്റെ പണിക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് അതിലും വലിയൊരു മറുപടിയാണ്. സംസ്ഥാന പോലീസ് സുരക്ഷ പിൻവലിച്ചപ്പോൾ പകരം കാവലിനെത്തിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ CRPF കമാൻഡോകൾ. ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ ശനിയാഴ്ചയാണ് പഞ്ചാബ് പോലീസ് ഹർഭജൻ സിംഗിന് നൽകിയിരിക്കുന്ന സുരക്ഷ പിൻവലിച്ചത്. 9 മുതൽ 10 വരെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു അദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു സുരക്ഷ പിൻവലിച്ച് അധികം വൈകാതെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹർഭജന് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അഥവാ CRPFന്റെ സുരക്ഷ ഏർപ്പെടുത്തി. ഞായറാഴ്ചയോടെ ജലന്ധറിലെ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ CRPF ഉദ്യോഗസ്ഥർ കാവലായി എത്തിക്കഴിഞ്ഞു. ഇനി മുതൽ ഡൽഹിയിലും പഞ്ചാബിലും അദ്ദേഹത്തിന് ഈ കേന്ദ്ര സുരക്ഷയുടെ വലയമുണ്ടാകും. നമുക്കറിയാം, ഈ ഒരു നാടകീയ സംഭവങ്ങളുടെ എല്ലാം പിന്നിലെ കാരണമെന്ന് പറയുന്നത് അടുത്തിടെ നടന്ന വലിയൊരു രാഷ്ട്രീയ കൂടുമാറ്റം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP ആയിരുന്ന രാഘവ് ഛദ്ദയും ഹർഭജൻ സിംഗും ഉൾപ്പെടെ 7 MP ആം ആദ്മി പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത്. സന്ദീപ് പാഠക്, അശോക് മിത്തൽ, രജീന്ദർ ഗുപ്ത, സ്വാതി മലിവാൾ, വിക്രംജിത്ത് സാനി എന്നിവരാണ് മറ്റു നേതാക്കൾ. ഈ കൂടുമാറ്റത്തിന് പിന്നാലെ ശനിയാഴ്ച ഹർഭജൻ സിംഗിന്റെ ജലന്ധറിലെ വീടിന് മുന്നിൽ AAP പ്രവർത്തകർ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. വീടിന്റെ മതിലിൽ ഗദ്ദാർ അഥവാ വഞ്ചകൻ എന്ന് അവർ സ്പ്രേ പെയിന്റ് അടിക്കുകയും ചെയ്തു. പ്രതിഷേധം ഹർഭജന് നേരെ മാത്രമായിരുന്നില്ല. AAP വിട്ട് BJPയിലേക്ക് പോയ മറ്റു രാജ്യസഭാ അംഗങ്ങളായിട്ടുള്ള അശോക് മിത്തലിന്റെയും രജീന്ദർ ഗുപ്തയുടെയും വീടുകൾക്ക് മുന്നിലും സമാനമായിട്ടുള്ള പ്രകടനങ്ങൾ നടന്നിരുന്നു. കൂടുമാറിയ ഈ 7 നേതാക്കളെയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും വിശേഷിപ്പിച്ചത് വഞ്ചകർ എന്ന് തന്നെയാണ്. രാജ്യസഭയിലെ ഉപനേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെയാണ് രാഘവ് ഛദ്ദ AAP നേതൃത്വവുമായി ഇടയുന്നത്. പാർട്ടി അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു എന്നാരോപിച്ചാണ് ഇവർ BJPയിൽ ഒരു വിഭാഗമായി ലയിച്ചത്. ചുരുക്കത്തിൽ പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പോരാട്ടം അതിന്റെ മൂർധന്യത്തിലാണ് എന്ന് തന്നെ പറയാം. സംസ്ഥാന പോലീസിനെ പിൻവലിച്ച് നേതാക്കളെ ഭയപ്പെടുത്താമെന്ന് AAP സർക്കാർ കരുതിയപ്പോൾ അതിവേഗം കേന്ദ്രസേനയെ ഇറക്കി BJP തങ്ങളുടെ പുതിയ നേതാക്കൾക്ക് ശക്തമായ സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ പോര് കൂടുതൽ കടുക്കുമെന്ന് തന്നെ ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.